പുതുവൈപ്പിൻ ബീച്ചിൽ യുവാക്കൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ ഞാറക്കൽ സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. മുനമ്പം ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. രാഗിൻ, വിവരങ്ങളുമായിട്ട് രാഗിൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായ സംഭവമാണ്. ആരൊക്കെയാണ് നടപടി നേരിടുന്നത്? ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്വരാബ്, മിറാഷ്, ശ്രീകാന്ത് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എറണാകുളം റൂറൽ എസ്.പിയുടേതാണ് നടപടി. ഈ വിഷയത്തിന് അടിസ്ഥാനമായ സംഭവം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യുവാക്കൾക്ക് മർദ്ദനം ഏറ്റിരുന്നു. പുതുവൈപ്പ് ബീച്ചിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 2 യുവാക്കൾ, പുതുവൈപ്പ് സ്വദേശികളായിട്ടുള്ള 2 യുവാക്കൾ ബീച്ചിലൂടെ ആ ഭാഗത്തൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ സ്വകാര്യ വാഹനത്തിൽ അമിത വേഗത്തിൽ എത്തിയത്. അപ്പോൾ അമിത വേഗം ചോദ്യം ചെയ്തപ്പോൾ മർദ്ദിച്ചു എന്നതായിരുന്നു യുവാക്കളുടെ പരാതി. ഇത് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുളവുകാട് പോലീസ് കേസെടുത്തു. മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പോലീസുകാരാണെന്ന മൊഴി യുവാക്കൾ നൽകിയിരുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും അക്കാര്യങ്ങൾ ബോധ്യമായിരുന്നു. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ മെഡിക്കൽ ലീവിലായിരുന്നു എന്നതാണ്. അതിനുശേഷം ഡ്യൂട്ടിയിലുള്ള സമയത്തല്ല ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സേനയ്ക്ക് അത് സേനയുടെ ഒരു സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. മുനമ്പം ഡിവൈഎസ്പി ഇത് സംബന്ധിച്ച ഒരു വകുപ്പ് തല അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. മുനമ്പം ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായത്. അന്ന് ഈ ഉദ്യോഗസ്ഥർ യുവാക്കൾക്കെതിരെ പോലീസിനെ സമീപിച്ചിരുന്നതായും പോലീസ് സംഘം, മുളവുകാട് പോലീസ് സംഘം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് യുവാക്കളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ എടുത്ത കേസാണ്. ആ കേസിൽ അന്വേഷണവുമായി മുളവുകാട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പോലീസിന്റെ ഒരു വകുപ്പ് തല നടപടി ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും, ഈ കേസിൽ ഉൾപ്പെട്ട 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.